തങ്കലാൻ അല്ല, ചിയാൻ വിക്രം എന്നാ ഒരു കിടിലം പെർഫോമൻസ് ആണെന്ന് പറയാം. നമ്മൾ മൈൻഡ് ബ്ലോയിങ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ വേൾഡ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇടയ്ക്ക് ഒരു പ്രസ് മീറ്റിന്റെ ഇടയിൽ ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ടയർ 1 ആക്ടേഴ്സിന്റെ അത്ര ഫാൻസ് ഇല്ലല്ലോ നിങ്ങൾക്ക്. ഈ ടയർ 1 ആക്ടേഴ്സ് തല കുത്തനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ രീതി ചെയ്ത് വെച്ചതിന്റെ 10% പോലും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ വേറൊരു ആക്ടർക്ക് ഇത്രയും ഗംഭീരമായിട്ട് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നത്. ഗംഭീരത്തിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ആണ്, അതിന്റെ അപ്പുറം ഇനി ആർക്കും ചെയ്യാൻ പറ്റില്ല. പാർവതിയുടെ ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. മാളവിക മോഹനൊക്കെ ശരിക്കും ഒരു ട്രോൾ മെറ്റീരിയൽ ആണെന്ന് ഞാൻ വിചാരിച്ചത്. കിട്ടിലും പെർഫോമൻസ്, ഫൈറ്റ് സീൻസ് ഒക്കെ പക്കയായിരുന്നു. ജി.വി. പ്രകാശിന്റെ മ്യൂസിക്, അനിരുദ്ധിന്റെ ഇറയിലാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ പോലും ജി.വി. പ്രകാശിന്റെ മ്യൂസിക്കിന്റെ അത്ര ക്വാളിറ്റി വേറെ ആർക്കൊക്കെ ചെയ്യാൻ പറ്റില്ല. കാരണം ജി.വി. പ്രകാശ് ഇസ് ദ ബെസ്റ്റ്. കഴിഞ്ഞു ഇത്രേ പറയാനുള്ള സിനിമയെ പറ്റി. ബാക്കി സിനിമ ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒച്ച അഴയുന്ന സ്പീഡിലാണ് പോകുന്നത്. നിങ്ങൾക്ക് സ്ലോ പേസ്ഡ് സിനിമ ഇഷ്ടമാണെന്ന് വെച്ചാൽ പോയി കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമ നാട്ടി ജീവിതം വെറുത്തു പോകുന്നു വേണമെങ്കിൽ പറയാം. 2.5 മണിക്കൂർ 10 ദിവസം പോലെയാണ് ബേസിക്കലി തോന്നിയത്. സോ പെർഫോമൻസ് ബേസ്ഡിലുള്ള സിനിമ നിങ്ങൾക്ക് കാണാം.